ഇന്ന് ഒട്ടും മഴയില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വീടിൻ്റെ പുറകുവശം എല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. നമ്മൾ തന്നെ നമ്മുടെ വീടിലെ മുതലാളിയും ബംഗാളിയും. അതുകൊണ്ട് ഇന്നൊരു ദിവസം ബംഗാളിയാവാന്ന് വിചാരിച്ചു. വീട് ക്ലീനിങ് വീട്ടിലെ ബംഗാളിയുടെ മാത്രം ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ നമ്മൾ പണിയായുധങ്ങളുമായി വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങി. ഫുള്ള് ചൊറുതണം. നല്ല തേപ്പ് കിട്ടി കാലിൽ. ചൊറിയലോട് ചൊറിയൽ. കൂലിയില്ലാത്ത വേലയാണല്ലോ വീട്ടുപണി. പക്ഷെ ഞാൻ വിടമാട്ടെ. ഒരു ചായയും പപ്സുമെങ്കിലും ഇതിൻ്റെ പേരും പറഞ്ഞ് വാങ്ങി തിന്നണ്ടേ. ചെയ്തില്ലെങ്കിലും വാങ്ങി തിന്നും, അത് വേറെ കാര്യം. പക്ഷേ എന്നോട് ഇതൊന്നും ആരും ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ക്ലീനിങ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പണി. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നിനും കിട്ടത്തില്ല. അതൊരു ബംഗാളിയെ വെച്ച് ചെയ്യിപ്പിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുമോ? നമ്മളെല്ലാ പണിയും ചെയ്തിട്ട് അത് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വേറൊന്നും തന്നെ. മനസ്സമാധാനം പോകുന്ന കാര്യങ്ങളിരുന്ന് ആലോചിച്ച് കൂട്ടുന്നതിനും ഭേദമല്ലേ പറമ്പിലിറങ്ങി 10 വാഴ വെക്കുന്നതെന്ന് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വാഴ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ഇറങ്ങി ക്ലീൻ ചെയ്തു. പിന്നെ അതിനിടയിൽ പ്രേതം പോലെ രൂപം കണ്ടില്ലേ? പണിയെടുത്ത് ആ കോളത്തിലായതാ. ബംഗാളിയെക്കാട്ടിലും കഷ്ടത്തിലായി അല്ലേ? പിന്നെ ഫുൾ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം. പിന്നെ വീട്ടിൽ രഹസ്യമായ ഒരു അടക്കം പറിച്ചിട്ടുണ്ട് ഞാനൊരു വാഴയാണെന്ന്. പക്ഷെ ഞാനതൊന്നും സമ്മതിച്ചു കൊടുക്കാറില്ല. എല്ലാ ക്ലീനിങ് കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കിയപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. എല്ലാ വീട്ടിലെയും ബംഗാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു.